മരിയ സദനത്തിനായി മീനച്ചിൽ പഞ്ചായത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മനരോഗികളായ ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവ് മൂലം മരിയ സദനം നേരിടുന്ന സാമ്പത്തികവും സ്ഥലപരിമിതി മൂലമുള്ള പ്രശ്നങ്ങൾക്കും കൈത്താങ്ങേകാൻ പ്രസിഡന്റ് സാജ പോത്താനിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമായ രാജേഷ് വാളിപ്പാക്കൽ, ഇടമറ്റം പള്ളി വികാരി ഫാദർ മാത്യു കിഴക്കാരഞ്ഞാണിയിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പെണ്ണാമ ജോസഫ്, വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ, പഞ്ചായത്ത് അംഗങ്ങളായ നളിനി ശ്രീധരൻ, ബിജു ടി ബി, ലിസംബർ ഷാജൻ, ജോയ് കുഴിപ്പാലയിൽ, പുന്നൂസ് പോൾ, ഷെർലി ബേബി, ജയശ്രീ സന്തോഷ്, ബിജു കുമ്പളന്താനം, ബിന്ദു ശശികുമാർ, വിഷ്ണു പി വി, ഇന്ദു പ്രകാശ്, ജോസ് പാറേക്കാട്ട്, ബിനോയ് നരിതൂക്കിൽ, ഡേസ് കെ സെബാസ്റ്റ്യൻ, സി ഡി ചെയർപേഴ്സൺ ശ്രീലത കെ ബി തുടങ്ങിയവർ പങ്കെടുത്തു. പത്രധാരയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മരിയ സദൻ നേരിടുന്ന വലിയ പ്രതിസന്ധിയെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ഈ പ്രദേശത്തുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും അതുപോലെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് അഭയകേന്ദ്രമായി മരിയ സദൻ പ്രവർത്തിക്കുകയും മരിയ സദനം നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാൻ ലക്ഷ്യമിട്ട് ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കുന്നതിനായി വാർഡ് കൂട്ടായ്മകളും അനുബന്ധ യോഗങ്ങളും നടത്തുവാനും തീരുമാനിച്ചു. 15 വർഷക്കാലം വസ്ത്രമില്ലാതെ ഒരു വീട്ടിൽ കിടക്കുന്ന ഒരു യുവതി, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ജനലിനടപടി, അയച്ചലുകൾ കൂട്ടിയിട്ട് അതിനകത്ത് ഈച്ചയും പാറ്റായും പുഴുവും എല്ലാം ഉള്ള ഒരവസ്ഥ കിടക്കുന്ന സ്ത്രീ. ഒരു സ്ത്രീ കുളിക്കാതെ 15 വർഷം കിടക്കുന്ന ഒരവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ള ആളുകളൊക്കെ കയറി എടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും കൂടി കൊടുക്കും. അവർ പറഞ്ഞ സ്ഥലമില്ലാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത്. ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. കാരുണ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു തരിമ്പ് നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അത് കണ്ടിട്ടൊരു തീരുമാനമെടുക്കണം. മാനസികാരോഗ്യ ദിനമായ ഒക്ടോബർ 10 നടക്കുന്ന ധനസമാഹരണം വിജയിപ്പിക്കാനും ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ക്രിയാത്മകമായ രീതിയിൽ കഴിയുന്നത്ര പണം സമാഹരിക്കാനും യോഗം തീരുമാനിച്ചു.